സ്ത്രീകൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. വി സുരേഷ്. നല്ല കാര്യം. ചായ കിട്ടിയില്ല. ചായ കിട്ടിയില്ല. വൈദ്യുതി മുടങ്ങും. എങ്ങനെ മുടങ്ങാതിരിക്കും? അത് ഉണ്ടെങ്കിലല്ലേ മുടങ്ങാൻ. ഇവിടെ ആങ്ങളെ പോലുള്ളമാരല്ലേ ജോലി ചെയ്യണേ. എന്താടി? സ്ത്രീകൾ സ്വയം പര്യാപ്തത കൈവരിക്കണം. വി സുരേഷ്. ഞാൻ എന്ന് കൈവരിച്ചതാ? എന്തോടി ഇത്? വെള്ളം. നീ തമാശ കളിക്ക? ഇനി മുതൽ എന്നും വെള്ളമായിരിക്കും. അയ്യോ, പിന്നെ നീ കളിക്കാതെ ചായ എടുത്തോണ്ടോന്നേ. ഗ്യാസില്ലാതെ വെള്ളം ചൂടാക്കാൻ എനിക്ക് അറിയില്ല ക്ലീറ്റോ. ഞാൻ മാജിക് പഠിച്ചിട്ടില്ല. ഗ്യാസില്ലല്ലേ? ഏയ്, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞപ്പോ ഇന്ന് നേരം വെളുക്കുമ്പോ 3 ഗ്യാസ് ഊറ്റി വരുമെന്ന് പറഞ്ഞില്ലേ? ഓ, വന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ? ചെറുതായിട്ട്. വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു? വേറൊന്നും പറഞ്ഞില്ല. അതെ, ഇപ്പൊ ഈ ഗ്യാസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഉണ്ടായ സംഭവല്ലേ? ഈ ഗ്യാസ് വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ എങ്ങനെയാ ഇതൊക്കെ വേവിച്ചുകൊണ്ടിരുന്നത്? നല്ല കൊതുമ്പും ചൂട്ടും മടലും ഒക്കെ എടുത്ത് അടുപ്പ് കൂട്ടിയിട്ട് അതിൽ ഒക്കെ അല്ലേ പാചകം ചെയ്തുകൊണ്ടിരുന്നത്. നിനക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അത് മറന്നുപോയി. ഒരു കാര്യം ചെയ്യ്, പാലയിൽ മറ്റേ എസ്റ്റേറ്റ് ഇല്ലേ, അവിടുന്ന് കുറച്ച് വിറകെടുത്ത്. തമാശ കൂടുതൽ വേണ്ട കേട്ടോ. അത് തന്നെ പറഞ്ഞ, തമാശ കൂടുതൽ അല്ലാതെ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ നീ പാലായിലോട്ട് പോകണ്ട. നിനക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കും. ചായ ഉണ്ടാക്കണമെങ്കിൽ ഒന്നല്ലെങ്കിൽ വിറക് വേണം, അല്ലെങ്കിൽ ഗ്യാസ് വേണം. ഇത് രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഇന്നൊന്നും ഉണ്ടാക്കും. എന്റെ കർത്താവ്, ഈ പറമ്പ് മുഴുവനും വിറക് കിടപ്പുണ്ടല്ലോ. ആണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, നീ കാണുകയല്ല എല്ലാവരും. എന്നിട്ട് നമുക്ക് വിറക് എവിടെ വിറകിരിക്കണെന്നാ പറയണേ ക്ലീറ്റോ? വിറക് കിട്ടണമെങ്കിൽ കാശ് അങ്ങോട്ട് കൊടുക്കണം. ഇടി, ഇവിടെ ആ തെങ്ങിന്നും പ്ലാവേന്നൊക്കെ വീഴുന്ന അതെല്ലാം പറയും. അവിടെയൊക്കെ കിടക്കണുണ്ടായിരുന്നല്ലോ. തെങ്ങും പ്ലാവൊക്കെ ഉണ്ട്, അത് അപ്പുറത്തെ പറമ്പുകാരുടെ. അതിന്ന് ഇപ്പുറത്തോട്ടാണല്ലോ വീഴുന്നേ. അത് പറക്കി വെക്കാലോ. നടക്കൂല, നനഞ്ഞു കിടക്കുക. എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഞാൻ ചോദിച്ചു, ഇത് നനഞ്ഞ് കിടക്കണം. അത് ഉണങ്ങി കിടക്കുമ്പോൾ ഇതിനൊക്കെ പറക്കി വെക്കാമല്ലോ. പിന്നെ അതിന് നനയാനായിട്ട് ഇടുന്നത് എന്തിനാ? നീ തുണി കഴുകി അയലിട്ട് അത് ഉണങ്ങി കിടക്കുമ്പോൾ പിന്നെ അത് നനയാനായിട്ട് ഇടുവോ? ഇല്ലല്ലോ, പറക്കി വെക്കില്ലേ? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ക്ലീറ്റോ, വിറക് എന്തായാലും നനഞ്ഞു കിടക്കുകയാണ്. അത് ഉണങ്ങിയതുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ വെച്ച് തരാം. അതില്ലാത്തത് കൊണ്ട് ഇപ്പൊ എന്താണെങ്കിലും ഇത് നടക്കില്ല. വേണ്ട, നടക്കില്ല. ഞാൻ അടുത്ത പരിഹാരം കണ്ടാ മതിയല്ലോ. മതി. ഞാനേ മധുവണ്ണന്റെ കടയിൽ പോയി ചായ കുടിച്ചിട്ട് വരാം. അത് ബെസ്റ്റ്. കഴിക്കാനോ? ഇല്ല, ഞാൻ രാവിലെ എനിക്കൊരു കാലി ചായ മാത്രം മതി. എനിക്ക് വേണം. ബെസ്റ്റ്. ഒരു ചായയൊക്കെ അയാൾ കടന്നരും. പിന്നെ അതിലപ്പുറം വേറെ സാധനമൊന്നും അങ്ങനെ തരുമൊന്നുമില്ല. നീയേ കൂടുതൽ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും വേവിക്കാൻ നോക്കടി. ഞാൻ ചായ കുടിച്ചിട്ട് പോരാ. ക്ലീറ്റോ, വിറകില്ലാന്ന് ഇവിടെ. നീ ഉള്ള വിറകിൽ ഉണ്ടാക്കിയാ മതി. എവിടെ ഇരിക്കണ? നീ തെങ്ങേക്കാര. എന്താടി വീടിന്റെ പിന്നാമ്പുറത്ത് നടക്കണേ? എന്തേ പോയി? ഗ്യാസ് തീർന്നോടാ. ഗ്യാസ് നോക്കി കിടക്കണ. അതെ, പുതിയത് എന്തെങ്കിലും മുളച്ചു വന്നിട്ടുണ്ടോന്നേ. മുളച്ചു വന്നിട്ടുണ്ടോ നോക്കുമായിരുന്നു ഗ്യാസ്. ഇതെങ്ങനെ നിക്കണ? പോണ്ടേന്ന്. പോണം. എന്നാ ഗ്യാസിന് ബുക്ക് ചെയ്യായിരുന്നില്ലേ? ഗ്യാസ് ബുക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ പൈസ ഇല്ലടാ. ഉണ്ടോ? പൈസ ഉണ്ടോ? അവിടെ ഒരു പോകാനുണ്ടല്ലോ, അവനോട് ചോദിക്കായിരുന്നില്ലേ? കേട്ട്. അതേ തങ്കം, എടി ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുക്ക്. അവിടെ ഒരു പൊങ്ങത്തി ഉണ്ടല്ലോ, ചോദിക്കായിരുന്നില്ലേ? അവൾ എണീറ്റില്ല. അയ്യടാ പാവം. എന്താ പറ്റിയേ? എന്താ എണീക്കേണ്ട സമയമായാലും വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കടന്നു വരലും തിരിച്ചങ്ങോട്ട് കടന്നു വരലും. പാവം, ക്ഷീണം ഉണ്ടാവേ. നല്ല പണിയുള്ള വച്ചല്ലേ. ഒരു പുതപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ മോന്? എന്തിനാടാ നീ കാണാന്ന് പറഞ്ഞ് നടക്കണേ? ആണുങ്ങളുടെ വിലയും കൂടി കളയാനായിട്ട്. എല്ലാത്തിനും കൂടെ വളം വെച്ചു കൊടുത്ത് അങ്ങ് വഷളായി. ഇപ്പൊ സമയം എന്തായിടാ? 8:30 മണി. വീട്ടിൽ പെണ്ണൊരുത്തി എഴുന്നേറ്റിട്ടില്ലാന്ന്. അമ്മയുണ്ടോ അവിടെ? ഇല്ലല്ല. എന്നിട്ട് ആകാശത്തോട്ട് നോക്കി നിക്കണ്. അവൾ എഴുന്നേറ്റിട്ടില്ലേ ചായ തരാൻ? കടന്നു പോടാ നീ. നിനക്കൊരു ഗ്ലാസ് ചായ തരാൻ പറ്റില്ലെങ്കിൽ വേണ്ടാന്ന്, അത്രല്ലേ ഉള്ളൂ. ഗ്യാസ് തീർന്നോന്ന് നിന്നോട് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? എന്നാ വേണ്ടാന്ന്. അതിന് വഴക്കിന് വരുന്നതിനാ രാവിലെ തന്നെ. എന്തവളെ എഴുന്നേപ്പിക്കാത്തന്ന്? കുടുംബത്തിന് വർക്കത്ത് ഉണ്ടാവില്ലാന്ന്. എടി എഴുന്നേക്കണ്ടേ? എത്ര പ്രാവശ്യം വിളിച്ചു ഞാന്. ഒരു കാലം വെള്ളം കോരി ഒഴിക്കും മുഖത്തോട്ട്. അപ്പൊ നടക്കണ പണിയല്ലേ. ചായ വേണമെങ്കിൽ പുറത്ത് പോയി ചായക്കടയിൽ നിന്ന് കുടിക്കും. ക്ലീറ്റോ പോയിട്ടുണ്ട്. ക്ലീറ്റോ ചായ കുടിക്കാൻ പോയിട്ടുണ്ട്, പുറത്തുനിന്ന് ചായ കുടിക്കാൻ. ഭാര്യ ഇല്ലല്ലോ വീട്ടില്. അപ്പൊ അത് നടക്കില്ല.
അല്ല ഞാനും കൂടി അങ്ങോട്ട് ചായ കുടിക്കാൻ ചെന്ന് കഴിഞ്ഞാലേ അവന്റെ പൈസ കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും. അവങ്ങോട്ട് വരട്ടെ, ഞാൻ പുറത്തേക്ക് പോകുമ്പോ എവിടുന്നേലും കുടിച്ചോളാം. അധികം തേക്കണ്ട, പല്ല് തെഞ്ഞു പോവും. ഗ്യാസ് എന്ത് ചെയ്യും? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, അങ്ങടെ കയ്യിലൊന്നും പൈസ ഇല്ലല്ലോ. വേണമെങ്കിൽ ഞാൻ ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പൈസ ഇല്ലാത്ത വേണ്ട, ഉണ്ടെങ്കി എന്നെ വിളിച്ചാ മതിട്ടാ. എഴുന്നേറ്റാ കേട്ടില്ലമ്മ. ഓ അതെ, ഞാൻ അവിടെ ഉണക്കി വെച്ചിരുന്ന കൊതുമ്പും ചൂട്ടും എടുത്തോ? എടുത്തുന്നേ. ആരോട് ചോദിച്ചിട്ട്? ആരോട് ചോദിച്ചില്ല. അത് ചോദിക്കാതെ ആരോടെ ചോദിക്കണ്ടേ? ഞാനല്ലേ ഉണക്കി വെച്ചത്, അപ്പൊ എന്നോട് ചോദിക്കണ്ടേ? നിന്റെ പേരതിനകത്ത് ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ചോദിക്കാഞ്ഞതാ. എന്തായാലും നാത്തൂന് ഉണക്കി വെച്ചല്ലോ, അപ്പൊ അറിഞ്ഞൂടെ ഞാൻ ഉണക്കി വെച്ചെന്ന്? നിനക്കിപ്പോ എന്താ വേണ്ടേ? എന്റെ കൊതുമ്പും ചൂട്ട് എവിടെയെന്ന് പോയി ചോദിക്കാൻ അങ്ങോട്ട് നടന്നു പോണുണ്ട് ഞാൻ. എന്ത് കഷ്ടം, ഞാൻ എന്റെ വീടിന്റെ ഉമ്മറത്തിരുന്ന പുറകുവശത്തിരുന്ന കൊതുമ്പ് ചൂട്ടെടുത്ത ഇനിയിപ്പോ ആരോടെ ചോദിക്കണ്ടേ? ഞാൻ എന്നോട് ചോദിക്കണം. മനസ്സുണ്ടായില്ല. നാത്തൂന് ഉണക്കി വെച്ചല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് ഉണക്കി വെച്ചതാ. പിന്നെ വെയിലത്തോട്ടങ്ങ് എടുത്തിടാൻ എന്തൊരു കഷ്ടപ്പാടാന്നറിയാമോ? നീ അതിന്റെ കൂടെ നിന്ന് ഉണങ്ങിയൊന്നുമില്ലല്ലോ. ഞാൻ കൊറേ ഉണങ്ങിയതാ. എനിക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയാ ഞാൻ അത് അവിടെ ഉണക്കി വെച്ചിരുന്നത്. അതെനിക്ക് വേണം. രണ്ടാമത് കുറച്ച് ഉണക്കി അങ്ങോട്ട് എടുത്ത് ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ മതി. വേണ്ട, അത് നാത്തൂനും ചെയ്യാലോ ഉണക്കി വെക്കല്. പറ്റിയില്ലല്ലോ. വെറുതെ രാവിലെ തന്നെ എന്നോട് തല്ലു പിടിക്കാൻ വരില്ല ജമന്തി. നീ ഞാൻ തല്ലുപിടിക്കാൻ വേണ്ടി വന്നല്ലോ. പിന്നെ എന്ത് കാര്യത്തിൽ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? എന്റെ കൊതുമ്പ് ചൂട്ടും കട്ടെടുത്തോ പോലെ എന്റെ കള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ മുഞ്ഞി കിട്ടിയിരിക്കും ഞാൻ. കള്ളിയാ കള്ളി 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 നിന്റെ വീട്ടിലുള്ളവരും നീയും. എന്റെ വീട്ടിലുള്ളവരെ പറഞ്ഞല്ലോ. പിന്നെ നീ എന്തിനാണ് എന്നോട് തല്ലു പിടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? ആഹാ, ഞാനേ പോലീസിനെ വിളിക്കും. അയ്യോ, പിന്നെ പോലീസുകാർക്ക് വേറെ ഒരു പണിയില്ല. ജമന്തിയുടെ ചൂട്ടും മടലും കണ്ടുപിടിക്കലാണ് അവരുടെ പണി. നമുക്ക് നോക്കാം. നോക്കാം. എന്നെ പോലീസ് പിടിച്ചിട്ട് പോകുമ്പോ വരണേ. അയ്യോ, ഇവിടുന്ന് ആരും വരില്ല. അവിടെ തന്നെ ഇരുന്നാ മതി. ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തേ? അങ്ങോട്ട് പോവാൻ പറഞ്ഞോ നിന്നോട്? ആണില്ലല്ലോ, കണ്ടവന്റെ സാധനം എടുത്തിട്ട് ഇങ്ങനെ. നീ പോയി കേസ് കൊടുക്കുന്ന ചെല്ല്. കാണാം. കാണ്. ഇപ്പൊ ഇത് തിളച്ചാവോ? ഇല്ല, തിളച്ചില്ല. തിളക്കുമ്പോ പറയാൻ ഞാൻ. എപ്പൊ തിളക്കും? എപ്പൊ തിളക്കൂന്ന് അറിയാൻ പാടില്ല, പോയി അന്വേഷിച്ചു. എന്നാ എനിക്കറിയാം. എന്റെ കൊതുമ്പും ചൂട്ടും കൊണ്ട് അങ്ങനെ ഇട്ട് തിളപ്പിക്കണം. ഇവിടെ വല്ല നടക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ ഒന്ന് കിടക്കാൻ വേണ്ടിട്ടാ നീ അവിടെ നിന്ന് ധൃതി പിടിച്ചിങ്ങ് പോന്നേ? കരയടി, നല്ലോണം കരയി. എടി, നിനക്ക് ഇത് തന്നെ വരണം. പണ്ടൊക്കെ ദൈവേ പിന്നെ പിന്നായിരുന്നു, ഇപ്പൊ അപ്പ കൊടുക്കും. തിന്നാനുള്ളതിനകത്തോട്ട് വെള്ളം കോരി ഒഴിച്ചിട്ടല്ലേ നീ പോന്നത്? പെണ്ണായി അങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? കരയടി. എന്താ കിടക്കണേ? എഴുന്നേക്കോട്. ആര് പിടിക്കുന്നോർത്താ? എന്താടി? എന്താന്ന് നിനക്ക്? ബാ പതുക്കെ. ചൂടുവെള്ളത്തിൽ കുടിച്ചില്ലെങ്കിൽ കെട്ടിലമ്മയ്ക്ക് കുളി വരില്ലല്ലോ. എന്നേക്കാ കൂടെ ചൂടുവെള്ളം കുളിക്കാൻ പറ്റില്ലല്ലോ കെട്ടിലമ്മയ്ക്ക്. എന്നിട്ട് എന്താന്ന് അവിടെ എന്തുണ്ട്? അവിടെ ഒന്നുമില്ല.
Society.